ജീവിതത്തിൽ എന്തിനും രണ്ടാമതൊരു അവസരമുണ്ട്. എന്നാൽ ജീവിതം മാത്രം രണ്ടാമതൊന്നില്ല. ഉള്ള ജീവിതം കരുതലോടെ സ്നേഹിച്ച് ജീവിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ നേരിടുന്നു. ഒന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവയാണ്, മറ്റൊന്ന് നമ്മളെ എന്നേക്കുമായി മാറ്റാൻ കഴിയുന്നവയാണ്. ഒരു മെഴുകുതിരിയിൽ നിന്ന് ആയിരക്കണക്കിന് മെഴുകുതിരി കത്തിച്ചു എന്ന് കരുതി ആ മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കിടുന്നതിലൂടെ സന്തോഷം ഒരിക്കലും കുറയുന്നില്ല. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചാണ്. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ്. നമുക്കുള്ള സമയം പരിമിതമാണ്. അതിനാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലെ കരുത്താണ് സുഖദുഃഖങ്ങൾ. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരൊക്കെ നമ്മളെ സഹായിക്കാൻ ഉണ്ടെങ്കിലും സ്വന്തം മനോബലത്തോളം വരില്ല അതൊന്നും. ഏതൊരു സമയത്തും മനഃശക്തി കൈവിടാതിരിക്കുക. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. കാരണം അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് വെളിച്ചം നൽകുന്നതിൽ പ്രതീക്ഷകൾക്കും വലിയ പങ്കുണ്ട്. നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ധൈര്യം ആവശ്യമുള്ളതുപോലെ ശാന്തനായി അത് കേൾക്കാനും ധൈര്യം ആവശ്യമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ അസ്വസ്ഥത മറികടക്കാൻ നിങ്ങൾക്ക് 5 പോസിറ്റീവ് കാര്യങ്ങളെങ്കിലും സംഭവിക്കണം. വെറും 10% നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും 90% നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുമാണ് ജീവിതം. നിങ്ങളുടെ മനസ്സിലുള്ള വാക്കുകൾ പറയാൻ കഴിയാതെ പോവുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്ന്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ച് ഇരുട്ടും അത്യാവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിൻ്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണുമെന്ന തോന്നലിലാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും. നിങ്ങളെ വിജയിക്കാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റു സുഹൃത്തുക്കളെ പിണക്കാതെ ഒരു ചെറിയ അകലം പാലിച്ച് കൂടെ നിർത്തുക. നിങ്ങൾ ഒരാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിച്ചിരിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിൽ ആരും നിങ്ങളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരിക്കൽ അവർ നിങ്ങളുടെ വിജയം കണ്ടാൽ എല്ലാവരും നിങ്ങളെ സുഹൃത്തുക്കളാക്കാൻ വരും.